പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഞങ്ങൾ ഓരോരുത്തരെയും സ്നേഹിക്കുന്ന കാരുണ്യവാനായ ഈശോയെ, അങ്ങയുടെ വലിയ സ്നേഹത്തോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ ഞങ്ങൾ കാണുകയായിരുന്നു, ഈശോയെ വിശ്വാസപൂർവ്വം സ്പർശിച്ചാൽ, ഞങ്ങളുടെ ഹൃദയം വിശ്വാസം കൊണ്ട് അങ്ങയുടെ ഹൃദയത്തിൽ സ്പർശിച്ചാൽ അങ്ങ് തീർച്ചയായും ഞങ്ങൾക്ക് സൗഖ്യം നൽകുമെന്നുള്ളത്. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ പൂർണ്ണമായി ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, ഞങ്ങളുടെ ഹൃദയത്തെ പൂർത്തീകരിക്കണമേ. ഈ വചനം ഞങ്ങൾ പഠിക്കുമ്പോൾ അമ്മേ മാതാവേ, ഞങ്ങളെ ഓരോരുത്തരെയും വചനം പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം കൊണ്ട് ഞങ്ങളെ നിറച്ച് അനുഗ്രഹിച്ചാലും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കഴിഞ്ഞ ക്ലാസ്സുകളിലെ നമ്മൾ കാണുകയായിരുന്നു ഈശോ അത്ഭുതം പ്രവർത്തിച്ചത്. അതിൽ പ്രധാനമായിട്ടും സാൻഡ്വിച്ച് അത്ഭുതത്തെ കുറിച്ച് പറഞ്ഞത് ഓർക്കുന്നുണ്ടായിരിക്കാം. ജായറോസിന്റെ മകളെ ഉയർപ്പിക്കാനായിട്ട് ഈശോ പോകുമ്പോൾ അതിന്റെ ഇടയിൽ നമ്മുടെ രക്തസ്രാവക്കാരി സ്ത്രീ വന്ന് ഈശോയെ സ്പർശിക്കുന്നു. അങ്ങനെ അവള് സൗഖ്യം പ്രാപിക്കുന്നു. അതിനുശേഷം ഈശോ വീണ്ടും ജായറോസിന്റെ മകൾക്ക് ജീവൻ നൽകാനായിട്ട് പോകുന്നു. അപ്പൊ അതിനുശേഷം നമ്മളിപ്പോ ഇന്ന് കാണാൻ പോകുന്നത് മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 30 മുതൽ 44 വരെയുള്ള തിരുവചനങ്ങളാണ്. അവിടെ ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. 6-ാം അധ്യായത്തിലെ 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ സുവിശേഷകൻ ശിഷ്യന്മാരുടെ പ്രേക്ഷിത യാത്രയുടെ ഒരു പരിസമാപ്തി കുറിക്കുന്ന ഒരു വാചകമുണ്ട്. 30-ാമത്തെ അധ്യായത്തില് അപ്പോസ്തലന്മാർ യേശുവിന്റെ അടുത്ത് ഒരുമിച്ചുകൂടി തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതും അറിയിച്ചു. ഈശോയാണ് ഈ 12 പേരെ അയച്ചത്. അങ്ങനെ അയച്ചതിന് ശേഷം അവരുടെ പ്രേക്ഷിത പ്രവർത്തനത്തെ കുറിച്ച് അവർ തിരിച്ചു വന്ന് ഈശോയോട് തന്നെ പറയുകയാണ്. ഈ 12 പേരുടെ സംഘത്തെ അപ്പോസ്തലന്മാർ എന്ന്, അല്ലെങ്കിൽ അതിന്റെ അർത്ഥം അയക്കപ്പെട്ടവർ എന്നാണ്. അപ്പോസ്തലോ, അങ്ങനെ ആ വാക്ക് ഉപയോഗിക്കുന്ന ഒരേ ഒരു സന്ദർഭമാണ് ഇവിടെ മർക്കോസിന്റെ സുവിശേഷം 6:30. അപ്പോസ്തലന്മാർ യേശുവിന്റെ അടുത്ത് ഒരുമിച്ചുകൂടി തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതും അറിയിച്ചു എന്നുള്ളത്. ശിഷ്യന്മാർ തിരിച്ചു വന്ന് യേശുവിനെ തങ്ങൾ പഠിപ്പിച്ചതും പ്രവർത്തിച്ചതും ധരിപ്പിക്കുന്നത് അപ്പോസ്തോലിക പ്രവർത്തനത്തിന്റെ ഉറവിടം യേശുവാണെന്ന് തന്നെ വ്യക്തമാക്കുകയാണ് ഇതിലൂടെ മർക്കോസ് സുവിശേഷൻ. ഇപ്പൊ നല്ല കുടുംബത്തിലെ കുട്ടികള് അവരെ എവിടേക്കെങ്കിലും പോയി കഴിഞ്ഞു വന്നാല് ചെയ്തതും കാര്യങ്ങളെല്ലാം വീട്ടിലെ മാതാപിതാക്കളെ അറിയിക്കും. അതുപോലെ തന്നെ വീട്ടില് സ്നേഹമുള്ള ഒരു ഭവനമാണെങ്കിൽ ആരെങ്കിലൊക്കെ പുറത്തു പോയി കഴിഞ്ഞു വന്നാല് ആ കാര്യങ്ങളെല്ലാം വീട്ടിലുള്ളവരോട് ഒരുമിച്ച് കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഭവനത്തിൽ അവർ സംസാരിക്കും. അല്ലാത്തവരുടെ വീട്ടിലൊന്നുമില്ല, അവർ വരുന്നു പോകുന്നു, ബന്ധങ്ങളില്ലാതെ ജീവിക്കുന്നു. അപ്പൊ നമ്മുടെ ഭവനവും നല്ല ബന്ധങ്ങളുള്ളതായിരിക്കും. അവിടെ കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോരുത്തരും അവനവന്റെ ആവശ്യത്തിന് പുറത്തു പോകുന്നു, തിരിച്ചു വരുന്നു. അങ്ങനെ വന്ന് കയറിയിടാനുള്ള സ്ഥലമല്ല നമ്മുടെ ഭവനങ്ങള്. ഈശോയുടെ നാമത്തിൽ നമ്മൾ ഒന്നിച്ചു കൂടിയിരിക്കുകയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഭവനത്തില്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബങ്ങളിലെ സംസാരം വളരെ അത്യാവശ്യമാണ്. സംസാരമില്ലെങ്കിൽ ഓരോരുത്തരും അവനവന്റെ മൊബൈൽ നോക്കിയിരുന്ന് സ്നേഹമില്ലാത്ത, യേശുവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത, സഹോദരങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത ഒരു ഭവനമായിട്ട് നമ്മുടെ ഭവനങ്ങൾ തീരും. അവിടെ യാതൊരു വിധത്തിലുള്ള സന്തോഷവും ഉണ്ടാവുകയില്ല. ഇവിടെ യേശുവിന്റെ ശിഷ്യന്മാര് മടങ്ങി വന്ന് ഒരുമിച്ചുകൂടി തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതും യേശുവിനെ തന്നെ അറിയിക്കുന്നു. അപ്പോ ഈശോയ്ക്കും ആഗ്രഹം ഉണ്ടായിരിക്കും തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാര് 3 വർഷത്തെ ഇതിനു ശേഷം എങ്ങനെയാണ് പോയി ചെയ്തത്. ഗുരുവിനും അവരുടെ വിശേഷങ്ങൾ അറിയാനുള്ള ഒരു ആഗ്രഹം. അത് കഴിഞ്ഞ് തുടർന്നുള്ള വാക്യങ്ങളിലെ 5000 പേരെ തീറ്റിപ്പോറ്റുന്ന ഒരു അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവമാണ് നമ്മൾ കാണുന്നത്. യേശു അത്ഭുതകരമായി ജനക്കൂട്ടത്തെ തീറ്റിപ്പോറ്റുന്ന സംഭവം പഴയ 2 സംഭവങ്ങളെ അനുസ്മരിക്കുകയും ഭാവിയിലെ 2 സംഭവങ്ങൾക്കായി നമ്മെ മുൻകൂട്ടി ഒരുക്കുകയും ചെയ്യുന്നുണ്ട്. പഴയ 2 സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിലെ 2 സംഭവങ്ങളെയും ഭാവിയിൽ വരാനിരിക്കുന്ന സംഭവങ്ങളുടെ ഒരു മുൻകൂട്ടിയുള്ള ഒരു വിവരണമാണ് ഇവിടെ കാണുന്നത്. അതായത് മരുഭൂമിയിൽ മന്ന വർഷിച്ചു. പുറപ്പാട് 16 നമ്മൾ വായിക്കുന്നു. അവര് വളരെ സംതൃപ്തരായി ഭക്ഷിച്ചു, ഇഷ്ടംപോലെ അവർക്ക് കിട്ടി. അതുപോലെ എലീശ പ്രവാചകൻ 100 പേരുടെ സംഘത്തെ അത്ഭുതകരമായി തൃപ്തരാക്കുന്ന സംഭവമാണ്
പഴയ സംഭവങ്ങൾ. എന്നാൽ പുതിയ സംഭവം അപ്പം വർദ്ധിപ്പിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ പുതിയ സംഭവം ഈശോയുടെ കാലഘട്ടത്തിൽ അത് നടക്കുമ്പോൾ ഒന്ന് അന്ത്യ അത്താഴമാണ്. ഈശോ സ്വയമായിട്ട് വിശുദ്ധ കുർബാന നമുക്ക് നമ്മെ തന്നെ നൽകി വിശുദ്ധ കുർബാന സ്ഥാപിച്ച ആ സംഭവം 14:22 വായിക്കുന്നുണ്ട്. അതുപോലെ മെസ്സിയാനിക് വിരുന്ന്, അതായത് ഈശോ വന്നു കഴിയുമ്പോൾ ഈശോയുടെ സ്വർഗീയ ആ പരിസമാപ്തിയില് വളരെയധികം അങ്ങനെ വലിയൊരു വിരുന്ന് ഈശോ ഒരുക്കും. ആ ഒരു സംഭവമാണ് ഈ അപ്പം വർദ്ധിപ്പിക്കുന്നതിലൂടെ ഈശോ മർക്കോസ് സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നത്. 6:31 നാം വായിക്കുകയാണ്, അനേകം ആളുകൾ അവിടെ വരികയും പോവുകയും ചെയ്തിരുന്നു. ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് ഒഴിവ് കിട്ടിയിരുന്നില്ല. അതിനാൽ അവൻ പറഞ്ഞു, നിങ്ങൾ ഒരു വിജന സ്ഥലത്തേക്ക് വരുവിൻ, അല്പം വിശ്രമിക്കാം എന്നുള്ളത്. ഇവിടെ ഒരു മാനുഷിക വശമാണ് ഈശോയുടെ കാണുന്നത്. 6:31 ജോലി ചെയ്ത് തളർന്ന യേശുവിന്റെയും ശിഷ്യന്മാരുടെയും മാനുഷിക മുഖം നമ്മളിവിടെ കാണുകയാണ്. അതോടൊപ്പം യേശു തന്റെ ശുശ്രൂഷകർക്ക് വിശ്രമം നൽകുന്ന ഹൃദയവർജകമായ ചിത്രവും. ഇപ്പോ ഇവിടെ നമ്മൾ കാണേണ്ടത്, യേശു സാധാരണ ഒരു മനുഷ്യനായിരുന്നു. ഈശോയുടെ ദൈവികതയേക്കാൾ ഈശോയുടെ മനുഷ്യത്വം ഇവിടെ കാണുകയാണ്. ജോലി ചെയ്ത് തളർന്ന യേശു ശിഷ്യന്മാര് അവരുടെ ക്ഷീണം, അതോടൊപ്പം യേശു അവരുടെ ഗുരു എന്ന നിലയ്ക്ക് തന്റെ ശുശ്രൂഷകർക്ക് വിശ്രമം നൽകുന്ന വളരെ കരുണയുള്ള ഒരു ഗുരുവിനെ നമ്മളോട് ദർശിക്കുകയാണ്. അപ്പൊ മറ്റുള്ളവരുടെ ആവശ്യങ്ങളും അവകാശങ്ങളും പരിഗണിക്കുമ്പോൾ നമ്മൾ വിശ്രമിക്കാനുള്ള അവരുടെ അവകാശവും വിശ്രമത്തിന്റെ ആവശ്യവും പരിഗണിക്കണം. അപ്പൊ നമ്മുടെ കീഴില് ജോലി ചെയ്യുന്നവർക്ക് വിശ്രമം ആവശ്യമുണ്ടെങ്കിൽ വിശ്രമം നാം നൽകണം. പ്രത്യേകിച്ച് നമ്മുടെ കീഴിലുള്ള ജോലിക്കാര്, നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആശ്രിതര്, ഇവർക്ക് വിശ്രമം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വിശ്രമം നൽകാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നവരാണ്. 6:32-34 നാം കാണുന്നു, യേശുവും ശിഷ്യന്മാരും ഏത് കടവിലേക്കാണ് തുഴയുന്നതെന്ന് കരയിൽ നിന്നവർ മനസ്സിലാക്കി. അപ്പൊ ഇങ്ങനെ ഒരു ക്ഷണിച്ചു കഴിഞ്ഞപ്പോൾ വേറൊരു സ്ഥലത്തേക്ക്, വിജന സ്ഥലത്തേക്ക് പോയി വിശ്രമിക്കാമെന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി യേശു പോവുകയാണ്. അപ്പൊ ജനം കരവഴി ഓടി യേശുവിനും ശിഷ്യന്മാർക്കും മുമ്പേ തന്നെ യേശു ഏത് കടവിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുവോ ആ കടവിലെത്തി. അവർക്കായി കാത്തുനിന്ന യേശുവിന്റെ മാനുഷിക ഗുണങ്ങൾ വീണ്ടും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുകയാണ്. അവിടത്തേക്ക് ഉണ്ടായിരുന്നത് അനുകമ്പയുടെ ആർദ്ര വികാരം മാത്രമാണ്. ജനത്തിന്റെ ആവശ്യത്തിന് അവിടുന്ന് വഴങ്ങുന്നു. ഈശോ ക്ഷീണിച്ചിട്ടാണ് അല്പം വിശ്രമിക്കാമെന്ന് വിചാരിച്ചാണ് അങ്ങോട്ട് പോയത്. പക്ഷെ ഈശോ ആ ക്ഷീണം മറന്നു. ഇടയനില്ലാത്ത ആടുകളെ പോലെ തന്റെ മുന്നിലെത്തിയ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഈശോയ്ക്ക് അവരോട് വീണ്ടും അനുകമ്പ തോന്നുകയാണ്. അവർക്ക് ഒരു നല്ല ഇടയനായിട്ട് ഈശോ മാറുന്നു. കൂലിക്കാരായ ഇസ്രായേലി ഇടയന്മാർക്ക് പകരം ദൈവം തന്നെ നേരിട്ട് തന്റെ ആടുകൾക്ക് ഇടയനായി വരുന്ന ഒരു സുവർണ കാലഘട്ടം എസെക്കിയേൽ പ്രവാചകൻ പ്രവചിച്ചു. എസെക്കിയേൽ പ്രവാചക പുസ്തകം 34:5-6. എസെക്കിയേലിന്റെ ആ പ്രവചനം ഇന്ന് യേശുവില് പൂർത്തിയാവുകയാണ്. യേശു തന്റെ ഇടയ ദൗത്യം നിർവഹിക്കുന്നത് ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടാണ്. ഒരുപക്ഷെ ഈ ജനങ്ങൾ യേശുവിന്റെ അടുത്തേക്ക് എത്തിയത് യേശുവിൽ നിന്ന് എന്തെങ്കിലും രോഗശാന്തി പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കാം. എന്നിരുന്നാലും അവരുടെ അടിസ്ഥാന ആവശ്യം പ്രബോധനമാണെന്ന് നല്ല ഇടയനായ ഈശോ തിരിച്ചറിയുന്നു. നിയമാവർത്തനം 8:3 മത്തായി 4:4 നമ്മൾക്ക് ഇതിന് സമാനമായ ഭാഗങ്ങൾ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഓരോ ഇടയന്റെയും ഒരു പ്രധാനമായ ദൗത്യമാണ് വചനം പങ്കുവെച്ചു കൊടുക്കുക, പ്രബോധനങ്ങൾ നൽകുക എന്നുള്ളത്. ഈശോ മത്തായിയുടെ സുവിശേഷത്തിൽ 28-ാം അധ്യായം 16-20 വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതേ എല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിനെന്നും. അതാണ് ഒരു ക്രിസ്തു ശിഷ്യന്റെയും പ്രധാനപ്പെട്ട ദൗത്യം, മറ്റുള്ളവരെ വചനം പഠിപ്പിക്കുക എന്നുള്ളത്. ഇവിടെ എല്ലാവർക്കും അപ്പം കൊടുക്കുക എന്നുള്ളത് നടപ്പില്ലാത്ത കാര്യമാണെന്ന് ശിഷ്യർ യേശുവിനെ ധരിപ്പിക്കുകയാണ്. ഇങ്ങനെ യേശുവിന്റെ വചനം കേട്ട് അവരെല്ലാം ക്ഷീണിതരായി. അപ്പൊ എല്ലാവർക്കും അപ്പം കൊടുക്കാൻ എന്തായാലും സാധിക്കില്ല. കാരണം അത്രയധികം ആളുകൾ അവരെ നോക്കുമ്പോൾ അവർക്ക് കാണാനായിട്ട് സാധിക്കുന്നു, വിജന പ്രദേശം, സമയം വൈകിയിരിക്കുന്നു. നാട്ടിൻപുറങ്ങളിലും ഗ്രാമങ്ങളിലും ചെന്ന് എന്തെങ്കിലും ഭക്ഷിക്കാൻ അവരെ പറഞ്ഞേക്കുക, അതല്ല ശിഷ്യന്മാര് യേശുവിനോട് പറഞ്ഞത്. പക്ഷെ ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ്,
നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കുവാൻ കൊടുക്കുവിൻ എന്നുള്ളത്. അപ്പൊ ഇവർക്ക് തോന്നിയത് എന്തൊരു കാര്യമാണ് ഗുരു ഞങ്ങളോട് പറയുന്നത്, ഞങ്ങളുടെ കയ്യില് ഒരു സംഭവവും ഇല്ല. അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങൾ ചെന്ന് 200 ധനാറയ്ക്ക് അപ്പം വാങ്ങിക്കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കട്ടെ എന്ന്. കാരണം അവർ മാനുഷികമായ രീതിയിൽ തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. അപ്പൊ ഈശോ വീണ്ടും അവരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ കൈവശം എത്ര അപ്പമുണ്ട്? അപ്പൊ അവർ ചെന്ന് നോക്കിയിട്ട് പറഞ്ഞു, 5 അപ്പവും 2 മീനും. അപ്പൊ ഈശോയ്ക്ക് വളരെ, നമ്മൾക്ക് എന്തുള്ളോ അത് മതി ഈശോയ്ക്ക്. ഈശോ അതിനെ വളരെ വലിയ സംഭവമാക്കി മാറ്റും. ഇപ്പോ ജനത്തിന്റെ ഭീമമായ ആവശ്യം നിറവേറ്റാൻ ശിഷ്യരുടെ കയ്യിലുള്ള തുച്ഛമായ വിഭവങ്ങൾ യേശു ആവപ്പെട്ടു. വെറുതെ ഇങ്ങനെ ആകാശത്ത് നിന്ന് മന്ന പൊഴിച്ച പോലെ യേശു ചെയ്തില്ല. തങ്ങളുടെ ശിഷ്യന്റെ കയ്യിൽ എന്താ ഉള്ളെങ്കിൽ അത് തുച്ഛമായാലും കുഴപ്പമില്ല, ഈശോ അത് ആവശ്യപ്പെട്ടു. ശിഷ്യരുടെ കയ്യിലുള്ള വിഭവങ്ങൾ എത്ര നിസ്സാരമാണെങ്കിലും അത് തള്ളിക്കളയുകയല്ല, ഉപയോഗിക്കുകയാണ് യേശു ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള നിസ്സാരമായ കാര്യങ്ങൾ പോലും ഈശോയ്ക്കും ഈശോയുടെ നാമത്തെ പ്രതി മറ്റുള്ളവർക്ക് നൽകുമ്പോൾ അത് നമുക്ക് ഒരിക്കലും കുറവ് വരുത്തുകയില്ല, മറിച്ച് അതിന്റെ വലിയ വർധനവ് തന്നെയാണ് വരുത്തുന്നത്. അപ്പൊ നമ്മുടെ സ്വത്തും സമയവും കഴിവുകളും എല്ലാം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. പച്ച പിടിച്ച പുൽത്തകിടിയിൽ അവിടുന്ന് കിടത്തുന്നു എന്ന് സങ്കീർത്തകൻ 23:2 വായിക്കുന്നുണ്ട്. അത് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിർദ്ദേശം നൽകി 100 പുൽത്തകിടിയിൽ കൂട്ടം കൂട്ടമായിരിക്കാൻ അവൻ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. അതായത് സമൃദ്ധിയുടെ പ്രശാന്തതയുടെ പുൽത്തകിടിയിൽ അവരെ ഈശോ ജനങ്ങളോട് ഇരിക്കാൻ പറയുന്നു. അങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് ലഭിച്ച നിസ്സാര വസ്തുക്കളെ ഈശോ ദൈവത്തിന് സ്വർഗത്തിലേക്ക് ഉയർത്തി നന്ദി പറഞ്ഞുകൊണ്ട്, അപ്പൊ അവിടെ വലിയ അത്ഭുതം സംഭവിക്കാൻ അവൻ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അപ്പം മുറിച്ചതിന് ശേഷം ജനങ്ങൾക്ക് വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ആ 2 മീനും അവൻ എല്ലാവർക്കുമായി വിഭജിച്ചു. അപ്പോ സ്വർഗത്തിലേക്ക് നോക്കി, വാഴ്ത്തി, മുറിച്ച് എന്നീ വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് അന്ത്യത്താഴ സമയത്തെ വിശുദ്ധ കുർബാന സ്ഥാപിച്ച വിവരണവുമായിട്ട് സമാനത പുലർത്തുന്നുണ്ട്. മർക്കോസ് 14:22. അപ്പൊ നമുക്ക് എന്ത് തന്നെ ഉള്ളതാണെങ്കിലും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നതിൽ ഒരിക്കലും മടി കാണിക്കരുത്. അതുപോലെ ഈശോയ്ക്ക് കൊടുക്കുന്നതിലും അത് ഈശോ എടുത്ത് വാഴ്ത്തി മുറിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് സമൃദ്ധി തന്നെ ഉണ്ടാവുകയുള്ളൂ. വിശുദ്ധ കുർബാനയുടെ ഒരു മുന്നാസ്വാദനമായിട്ടാണ് സുവിശേഷകൻ അപ്പം വർദ്ധിപ്പിക്കൽ സംഭവത്തെ ഇവിടെ മനസ്സിലാക്കുന്നത് തന്നെ. അങ്ങനെ മിച്ചം വന്ന കഷ്ണങ്ങള് യേശു നൽകിയ ഭക്ഷണത്തിന്റെ സമൃദ്ധിയെ സൂചിപ്പിക്കുന്നു 6:42. അതായത് ഇത്രയും പേർക്ക് 5 അപ്പവും 2 മീനും എടുത്ത് വാഴ്ത്തി മുറിച്ച് കൊടുത്തതിന് ശേഷം മിച്ചം വന്ന കഷ്ണങ്ങൾ ഉണ്ട്, അപ്പൊ ധാരാളം ഉണ്ടായിരുന്നു. അപ്പൊ അതും ഈശോ നമുക്ക് നൽകുമ്പോൾ ഒരിക്കലും കുറവ് വരുത്തുകയില്ല, സമൃദ്ധി തന്നെയാണ് ഇവിടെ നമുക്ക് നൽകുക. അതിനുശേഷം പറയുന്നത്, അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന അപ്പക്കഷ്ണങ്ങളും മീനും 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. ഇവിടെ 12 കുട്ട എന്ന് പറയുമ്പോൾ ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾക്ക് അതിനോടൊരു സമാനത പുലർത്തുകയാണ്. ഓരോ ഗോത്രത്തിനും ഭക്ഷിച്ച് തൃപ്തരായ അത്ര ഭക്ഷണമുണ്ട് എന്ന് കാണിക്കുകയാണ്. അപ്പം ഭക്ഷിച്ചവർ 5000 പുരുഷന്മാരായിരുന്നു. സ്ത്രീകളുടെയും കുട്ടികളുടെയും നമ്പർ ഇല്ല. എന്തുമാത്രം ജനങ്ങൾക്ക് ഈ 5 അപ്പവും 2 മീനും എടുത്ത് ഈശോ നൽകി എന്നുള്ളത് ഇവിടെ കാണിക്കുകയാണ്. തന്റെ ശിഷ്യന്മാരെ വിശ്രമിക്കാൻ അയക്കുന്നതിലൂടെ വിശ്രമം മനുഷ്യ ജീവിതത്തിന് ആവശ്യമുള്ള കാര്യം തന്നെയാണെന്ന് യേശു പഠിപ്പിക്കുന്നു. അതേസമയം നമ്മുടെ മുന്നിലെ ഇടയനയില്ലാത്ത ആടുകളെ പോലെ ആളുകൾ വരുമ്പോൾ അവരോട് അനുകമ്പയോടെ പ്രവർത്തിക്കണമെന്നും ഈശോ ഇതിലൂടെ നമ്മൾ കാണിക്കുകയാണ്. ആത്മീയ പ്രവർത്തനങ്ങൾക്കും സാമൂഹിക പ്രവർത്തനങ്ങൾക്കുമായി സ്വന്തം കുടുംബത്തിൽ നിന്ന് അകന്നു കഴിയുന്ന വിശ്വാസികളെയും യേശു ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. സ്വന്തം കുടുംബാംഗങ്ങളെയും സമൂഹാംഗങ്ങളെയുമായിട്ട് ചെലവിടാനായിട്ട് അവർ കുറെ സമയം കണ്ടെത്തണമെന്ന്. ഓരോരുത്തരും കുടുംബത്തില് നല്ല ബന്ധം പുലർത്തിയാലേ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ബന്ധം പുറത്തേക്ക് ഒഴുകും. അല്ലാതെ ചിലര് കുടുംബത്തില് യാതൊരു ബന്ധം പുലർത്തുന്നില്ല, ഉത്തരവാദിത്തങ്ങൾ നടക്കുന്നില്ല, അവര് പുറത്തിറങ്ങി വലിയ ബന്ധങ്ങൾ, അതൊന്നും സ്ഥായിയായ സംഭവമല്ല. ഇപ്പൊ നമ്മള് ആയിരിക്കുന്ന സ്ഥലത്ത് സ്നേഹം നൽകിയാല് ആ പരസ്പര ബന്ധത്തിൽ നിന്ന് ഒരുപാട് ശക്തിയും ഈശോയുമായുള്ള ബന്ധത്തിൽ നിന്ന് ശക്തിയും ലഭിച്ച്
നമ്മൾക്ക് ആ രക്ഷ മറ്റുള്ളവർക്ക് നൽകാനായിട്ട് സാധിക്കും. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് എത്രമാത്രം വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് ശിഷ്യർക്ക് ബോധ്യപ്പെടുത്തുകയാണ് ഈ അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവത്തിലൂടെ. ഈശോ ചോദിക്കുകയാണ്, നിങ്ങളുടെ കൈവശം എത്ര അപ്പമുണ്ട്? ഇത് അവരുടെ നിസ്സാരതയെയും നിസ്സഹായതയും കഴിവുകുറവിനെ കുറിച്ചുള്ള ബോധ്യത്തിലേക്ക് ശിഷ്യരെ ഈശോ അനയിക്കുകയാണ്. കർത്താവിനെ ആശ്രയിക്കുന്ന ശിഷ്യരുടെ കരങ്ങൾ മനുഷ്യരുടെ ആവശ്യങ്ങൾക്ക് മുൻപിൽ ഒരിക്കലും ഒഴിഞ്ഞിരിക്കുകയില്ല എന്ന വാഗ്ദാനവും ഉറപ്പുമായിരുന്നു ആ അത്ഭുതം. അപ്പൊ ഈശോയിൽ ആശ്രയിച്ചാല് ഈശോ തീർച്ചയായും നമ്മെ ഓരോരുത്തരെയും സഹായിക്കും. ഇനി അടുത്തത് നമ്മൾ കാണുന്നതാണ് 6:45-32 വരെ. യേശു വെള്ളത്തിന് മീതെ നടക്കുന്നു. ഇവിടെ നമ്മൾ കാണുന്നത്, ഈ ജനക്കൂട്ടത്തെ പിരിച്ചുവിടുമ്പോഴേക്കും വഞ്ചിയിൽ കയറി തനിക്ക് മുൻപേ മറുകരയിലെയുള്ള ബേത്സയിദയിലേക്ക് പോകാൻ അവൻ ശിഷ്യന്മാരെ നിർബന്ധിച്ചു. ആളുകളോട് യാത്ര പറഞ്ഞ ശേഷം അവൻ പ്രാർത്ഥിക്കാനായിട്ട് മലയിലേക്ക് പോയി. അപ്പൊ ഈ ജനക്കൂട്ടം ഇങ്ങനെ ഇത്രയും പേര് അപ്പം ഭക്ഷിച്ച് തൃപ്തരായി. അപ്പൊ അവരുടെ ഒരു കയ്യടി ഒന്നും അല്ല അവർക്ക് ആവശ്യം. ഇവര് വേഗം അതിൽ നിന്ന് മാറിപ്പോകുകയും, ഇത് ദൈവം പ്രവർത്തിച്ച ഒരു അത്ഭുതമാണ്, ദൈവത്തിനാണ് അവർ മഹത്വം നൽകേണ്ടത്. അങ്ങനെ അവര് വേഗം അതിൽ നിന്ന് പറഞ്ഞയച്ചു. ഈശോ പ്രാർത്ഥിക്കാനായിട്ട് മലയിലേക്ക് അവരൊക്കെ പിരിച്ചുവിട്ട്, നല്ല ഇടയനെ പോലെ അവരെയെല്ലാം പിരിച്ചുവിട്ടതിന് ശേഷം യേശു പ്രാർത്ഥിക്കാനായിട്ട് മലയിലേക്ക് പോവുകയാണ്. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത്, വൈകുന്നേരമായപ്പോൾ വഞ്ചി നടുക്കടലിലായിരുന്നു, അവൻ തനിച്ച് കരയിലും. അവർ വഞ്ചി തുഴഞ്ഞ് അവശരായി എന്ന് അവർ മനസ്സിലാക്കി, കാരണം കാറ്റ് പ്രതികൂലമായിരുന്നു. അപ്പോ നമ്മുടെ ജീവിതത്തിന്റെ നടുക്കടലിലെ നമ്മള് ഇങ്ങനെ തോണി തുഴഞ്ഞ് വിഷമിക്കുമ്പോൾ ഈശോ അത് കാണുന്നുണ്ട്. ഈശോ അവിടെ ഇല്ലെങ്കിലും ഈശോ എപ്പോഴും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈശോ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വരികയാണ്. പക്ഷെ അവരെ കടന്നു പോകാനായിട്ട് ഈശോ ഭാവിച്ചു. പക്ഷേ അവര് വെള്ളത്തിന്റെ മീതെ നടക്കുന്നത് കണ്ട് അവര് ഭയപ്പെട്ടു. എന്നിട്ട് ഈശോ അവരോടുകൂടി ചേർന്നു. അങ്ങനെ ഈശോ ഇതിലേക്ക് കേറിയ ഉടനെ തന്നെ ഇതില് ശാന്തത ഉണ്ടായി. അങ്ങനെ വഞ്ചിയിൽ കയറി. അപ്പോൾ കാറ്റ് ശമിച്ചു. അവർ ആശ്ചര്യഭരിതരായി. അപ്പൊ ഈശോ കയറി ഉടനെ തന്നെ കാറ്റ് ശമിക്കാണ്. അപ്പൊ ഈശോ നമ്മുടെ അടുത്തേക്ക് ഓരോ സംഭവത്തിലും നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈശോയെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാനായിട്ടുള്ള ഒരു തുറവി നമുക്കുണ്ടായിരിക്കണം. ഈശോ നമ്മെ എപ്പോഴും കാണുന്നവനാണ്. ഈശോ എന്റെ വഞ്ചിയിലുണ്ടെങ്കിൽ എല്ലാം ശാന്തമാകും. യേശു വെള്ളത്തിനു മീതെ നടക്കുന്നത് ഒരു അത്ഭുതമല്ല, പ്രത്യുത തന്റെ ദൈവത്വം വെളിപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. അതായത് ഈ പ്രകൃതി, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതായിരുന്നു, കാറ്റിനെ ശാസിച്ചിട്ട് കടലെ ശാന്തമാകുന്ന ഒരു സംഭവം. അപ്പൊ പ്രകൃതി ശക്തികളുടെ മേലെ ഈശോയ്ക്ക് അധികാരമുണ്ടെന്ന് കാണിക്കുന്ന വേറൊരു സംഭവമാണിത്. പഴയ നിയമത്തിലെ ചിന്താഗതി അനുസരിച്ച് ദൈവത്തിന് മാത്രമാണ് വെള്ളത്തിന് മുകളിലൂടെ നടക്കാൻ സാധിക്കുക എന്നവർക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ജോബിന്റെ പുസ്തകം 9:8, 38:16, സങ്കീർത്തനം 77:19, ഏശയ 43:16, അവിടെയെല്ലാം ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈശോ എന്നിട്ട് അവരോട് പറയാണ്, അവര് ഭയപ്പെട്ടു. ഇങ്ങനെ വെള്ളത്തിന് മുകളിലൂടെ നടന്നു വരുന്നത് കണ്ടപ്പോൾ, ഈ അപ്പം വർദ്ധിപ്പിച്ചത് കണ്ടിട്ടും അവർക്ക് ഈശോയുടെ ദൈവത്തെ അത്രയൊന്നും മനസ്സിലായിട്ടില്ല. അപ്പൊ ഇവിടെ ഇത് കണ്ടപ്പോൾ ഒരു ഭൂതം എന്നുള്ളതിൽ പോലെ അവർ ഭയപ്പെട്ടു. അപ്പൊ ഈശോ അവരോട് പറയാണ്, ഭയപ്പെടേണ്ട. അപ്പൊ ഇത് ബൈബിളില് നമ്മൾക്കറിയാം 365 പ്രാവശ്യം ഇത് പറയുന്നുണ്ടെന്ന് പറയുന്നത്. അതായത് ഓരോ ദിവസവും ഈശോ നമ്മളോട് എന്ത് പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട എന്നുള്ളത്. അത് ഏശയ 41:10, 41:12 പല ഭാഗങ്ങളിലും പറയുന്നുണ്ട്. എന്നിട്ട് ഈശോ പറയുന്നുണ്ട്, ഇത് ഞാനാണ്. പഴയ നിയമത്തില് ഇത് നമുക്ക് കാണാം. നമ്മുടെ മോശ ചോദിക്കുന്നുണ്ട്, ഈ മോശയെ ദൈവം വിളിക്കുമ്പോൾ മോശ ദൈവത്തോട് ചോദിക്കുന്നത്, ഞാൻ ആ ഫറവോയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഫറവോ ചോദിക്കും, എന്താണ് നിന്റെ പേരെന്ന് ചോദിക്കുമ്പോൾ ഈശോ പറയും, ഞാനാകുന്നവനാകുന്നു. അതേ സംഭവം തന്നെയാണ്, വാക്ക് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്, ഏഗോ എയ്മി, ഇത് ഞാൻ തന്നെയാണ് എന്നുള്ള സംഭവം. ഈ യേശുവിന്റെ ഈ പ്രസ്താവന, ഞാനാകുന്നവനാകുന്ന ഈ പ്രസ്താവന യേശുവിന്റെ ദൈവിക പ്രത്യക്ഷീകരണത്തിന്റെ മറ്റൊരു തെളിവാണ്. മോശയ്ക്ക് ദൈവം തന്നെ വെളിപ്പെടുത്തുമ്പോൾ അവിടുന്ന് പറയുന്നതും ഇത് ഞാനാണ്. പേര് ചോദിക്കുമ്പോൾ പുറപ്പാട് 3:14 നമുക്കത് കാണാനായിട്ട് സാധിക്കും. വഞ്ചിയിൽ കയറിയിട്ടുണ്ട്. 6:51-52 കാണുന്നു.
വഞ്ചിയിൽ യേശു കയറിയ ഉടനെ തന്നെ മറ്റൊരു അത്ഭുതം സംഭവിക്കുകയാണ്. കാറ്റ് ശമിച്ചു. ഇവിടെ ശിഷ്യന്മാര് വീണ്ടും ആശ്ചര്യഭരിതരാകാണ്. കാരണം അതിന് തൊട്ട് മുൻപാണ് അപ്പം വർദ്ധിപ്പിച്ചത് കണ്ടു. യേശു ദൈവമാണെന്ന് അവർ തിരിച്ചറിഞ്ഞില്ല. ഇവിടെ വീണ്ടും യേശുവിന്റെ ദൈവത്വം തിരിച്ചറിയാനുള്ള ഒരു തുറവി ഉണ്ടാക്കാനുള്ള ഒരു സംഭവം ഈശോ അവർക്ക് മുന്നിൽ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോ അത്ഭുതങ്ങൾ കണ്ടിട്ടൊന്നും ദൈവത്തിലേക്ക് നമ്മുടെ പൂർണ്ണ ഹൃദയം ഉയർത്തിയില്ല. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്താണ്, അത്ഭുതങ്ങൾ എന്നുള്ളത്, ഹായ് ഹായ് എന്നുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ മറന്നു പോവുകയാണ്. ഇവിടെ യേശു ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ് വീണ്ടും, ഞാൻ ദൈവം തന്നെയാണ്, ദൈവപുത്രനായ ക്രിസ്തു തന്നെയാണ് എന്നുള്ളത്. അപ്പൊ അതിലൂടെ അവര് വീണ്ടും ഈശോയുടെ ദൈവത്വത്തെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് അവിടെ സാധിക്കുകയാണ്. ഇനി മർക്കോസിന്റെ സുവിശേഷത്തില് നമ്മൾ ഇനിയും കടന്നു പോകുമ്പോൾ അടുത്തുള്ള ഭാഗങ്ങളിൽ ഈശോയുടെ അത്ഭുതങ്ങൾ കാണുന്നു, പാരമ്പര്യത്തെ കുറിച്ചുള്ള തർക്കം കാണുന്നുണ്ട്, അതുപോലെ ആന്തരികവും ബാഹ്യവുമായ ശുദ്ധിയെ കുറിച്ച് പറയുന്നു. സീറോഫിനേഷ്യൻ സ്ത്രീയുടെ വിശ്വാസം, ഒരു വിജാതീയ സ്ത്രീ ആയിരുന്നിട്ട് പോലും അവൾക്ക് യേശുവിലുണ്ടായിരുന്ന വിശ്വാസം കൊണ്ട് അവിടെ സംഭവിക്കുന്ന ആ മകളിൽ നിന്നും പിശാച് വിട്ടുപോകുന്നതായിട്ട് കാണുന്നു. അതുപോലെ ബധിരനെയും മൂകനെയും എല്ലാം ഈശോയുടെ അത്ഭുതങ്ങളെ കുറിച്ച് കാണാൻ. വീണ്ടും മർക്കോസിന്റെ സുവിശേഷം 8:1-10 നമ്മൾ കാണുന്നുണ്ട് വീണ്ടും അപ്പം വർദ്ധിപ്പിക്കുന്ന ഒരു സംഭവം. അപ്പൊ ഇവിടെ വീണ്ടും ഈശോയ്ക്ക് ശിഷ്യന്മാരോട് അതുപോലെ ജനങ്ങളോട് അനുകമ്പ തോന്നുകയാണ്. അവരെ ഈശോ പറയണം, 3 ദിവസമായി എന്നോട് കൂടിയാണ്, അവർക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ല. അപ്പൊ അവരെങ്ങനെ വിശന്നിട്ട് വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ പറ്റില്ല എന്ന് യേശു പറയാണ്. ഇവിടെ ഈശോ വീണ്ടും അത്ഭുതം പ്രവർത്തിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഏകദേശം 4000 പേരുണ്ടായിരുന്നു എന്ന് പറയുകയാണ്. അപ്പൊ ഈശോ വീണ്ടും അപ്പം വർദ്ധിപ്പിച്ച് ശിഷ്യന്മാരെ തന്റെ ദൈവത്വം വീണ്ടും കാണിച്ചു കൊടുക്കുകയാണ്. ഇതും കാണുമ്പോൾ തീർച്ചയായിട്ടും ഫരിസയർക്ക് ഒരു അമർഷമുണ്ടാകും. അപ്പൊ അവര് വീണ്ടും ഈശോയെ ഇത് ചെയ്യുകയാണ്. അടയാളം അന്വേഷിക്കുന്ന ഒരു സംഭവം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം മർക്കോസിന്റെ സുവിശേഷം 8:27-30 നമ്മൾ കാണുന്നു. ഇത് സുവിശേഷത്തിന്റെ കേന്ദ്ര പ്രമേയമാണ്. യേശു ആരാണെന്ന്, അതുകൊണ്ട് ഞാൻ ആരാണെന്ന് നിങ്ങൾ പറയുന്നത് യേശുവിന്റെ ചോദ്യം മർമ്മപ്രധാനമാണ്. ഇങ്ങനെ ശിഷ്യന്മാരുടെ കൂടെ നടക്കുമ്പോൾ ഈശോ ചോദിക്കുകയാണ്. യേശുവും ശിഷ്യന്മാരും കേസറിയ ഫിലിപ്പിയിലെ ഗ്രാമങ്ങളിലേക്ക് പുറപ്പെട്ടു. വഴിമധ്യേ അവൻ ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ആരെന്നാണ് ആളുകൾ പറയുന്നത്? ആദ്യം ആളുകളുടെ അഭിപ്രായം ചോദിക്കുകയാണ്. അവർ പറഞ്ഞു, ചിലർ സ്നാപയോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു. അപ്പൊ ഈശോ വീണ്ടും അവരോട് ചോദിക്കുകയാണ്, അത് ജനങ്ങൾക്ക് എന്നെ കുറിച്ചുള്ള അഭിപ്രായം, എന്റെ കൂടെ നടക്കുന്ന നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസ് പറഞ്ഞു, നീ ക്രിസ്തുവാണ്. അപ്പൊ യേശു പറയാണ്, ഇതിനെ കുറിച്ച് നീ ആരോടും പറയേണ്ട ആവശ്യമില്ല എന്നാണ്. അപ്പൊ യേശുവിന്റെ ചോദ്യം, പത്രോസിന്റെ ഉത്തരം നല്ലതായിരുന്നു. സുവിശേഷത്തിന്റെ ആരംഭത്തിൽ യേശുവിനെ ആധികാരികമായി പഠിപ്പിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ദേവപുത്രനാണ് മർക്കോസ് ഔദ്യോഗിക. വീണ്ടും പറയാണ്, ഈശോ ദേവപുത്രനാണ്. നമ്മൾ ആ ടൈറ്റിൽ കണ്ടത് തന്നെ ഇവിടെ പത്രോസിലൂടെ വീണ്ടും തുടരുകയാണ്. അവൻ നിരന്തരം എതിർക്കപ്പെടുകയും തെറ്റിദ്ധരിക്കപ്പെടുകയും തിരസ്കരിക്കപ്പെടുകയും ചെയ്തു. ഈശോ ഇങ്ങനെ ദൈവപുത്രനായിട്ട് പോലും ഈശോയുടെ ജീവിതത്തില് എന്നും തെറ്റിദ്ധാരണയും എതിർപ്പിലും തിരസ്കരിക്കപ്പെടലാണ് അവൻ സ്വീകരിച്ചത്. അവന്റെ കുടുംബാംഗങ്ങളാലും നാട്ടുകാരാലും ശിഷ്യന്മാരാലുമാണ് ഈശോ എപ്പോഴും തിരസ്കരിക്കപ്പെട്ടുകൊണ്ടിരുന്നത്. ഇനി 8:27 മുതൽ 10:45 വരെയുള്ള യാത്ര വിവരണത്തില് യഥാർത്ഥത്തിൽ ആരാണെന്നും അവനെ അനുഗമിക്കുക എന്താണെന്നുമെല്ലാം മർക്കോസ് വിവരിക്കുന്നുണ്ട്. യേശുവിന്റെ സഹനവും മരണവുമാണ് അവൻ ആരാണെന്ന് തിരിച്ചറിയാനുള്ള വഴിയായിട്ട് ഈശോയുടെ പഠിപ്പിക്കുന്നത്. അപ്പൊ സഹനത്തിലൂടെയും മരണത്തിലൂടെയും മാത്രമാണ് താൻ ആരാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഇവിടെ സാധിക്കുകയുള്ളൂ. യേശു സഹനദാസനായ മിശിഹായാണ്, മനുഷ്യപുത്രനാണ്. അപ്പൊ അവന്റെ ശിഷ്യരാകുക എന്നാൽ അവന്റെ പീഡകളിലും മരണത്തിലും ഉയർപ്പിലും ഭാഗഭാക്കാക്കുക എന്നാണ് അർത്ഥം. അപ്പൊ ഈ യാത്രാവിവരണത്തിന്റെ ആരംഭത്തിലും അവസാനത്തിലും യേശു അന്ധർക്ക് കാഴ്ച നൽകുന്നതിന് കാണാം. അപ്പൊ ഈ പീഡാനുഭവത്തെ കുറിച്ച് യേശു പ്രവചിക്കുന്നതിന് മുൻപ് അന്ധന് കാഴ്ച നൽകുന്ന ഒരു സംഭവം, പിന്നീടും അന്ധന് കാഴ്ച നൽകുന്ന സംഭവങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ശിഷ്യരുടെ അന്ധത യേശു സുഖപ്പെടുത്തുമെന്ന സൂചനയാണ്
അന്ധന് കാഴ്ച നൽകുന്ന സംഭവത്തിൽ നമുക്ക് ലഭിക്കുന്നത്. യേശു ഇതിലൂടെ പറയാണ് ശിഷ്യന്മാരുടെ അന്ധത യേശു നീക്കുമെന്നുള്ളത്. ശിഷ്യ സമൂഹത്തിന് കാഴ്ച ലഭിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം. അതുകൊണ്ടാണ് പത്രോസിന് ശരിയായ കാഴ്ച പരിശുദ്ധാത്മാവ് വഴി ലഭിച്ചു പറഞ്ഞു, നീ ക്രിസ്തുവാണെന്ന്. അപ്പോ ഈശോ ഇതിലൂടെ പറയുകയാണ് ഓരോ ക്രിസ്തു ശിഷ്യനും കാഴ്ച ലഭിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് എന്നുള്ളത്. യേശു ആരാണെന്ന് അശുദ്ധാത്മാക്കൾ ഇതിനകം പലതവണ പറഞ്ഞു. എന്നാൽ യഥാർത്ഥത്തിൽ യേശു ആരാണെന്നതിനെ കുറിച്ച് ശരിയായ ഒരു പ്രഖ്യാപനം ഒരു മനുഷ്യൻ നടത്തുന്നതാണ്. അശുദ്ധാത്മാക്കൾ പലപ്പോഴും പറയാറുണ്ട്, ഒരത്ഭുതങ്ങൾ എഴുതി ഞങ്ങളുടെ അടുത്തേക്ക് വരുന്ന ആരാണെന്ന് നിങ്ങൾക്കറിയാം, ദൈവപുത്രനാണെന്നുള്ളത്. പക്ഷെ ഇവിടെ പത്രോസ് വ്യക്തമായിട്ട് പറയുകയാണ് യേശു ആരാണെന്നുള്ളത്. ഞാൻ ആരാണെന്നാണ് ആളുകൾ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് യേശു വീണ്ടും ചോദിക്കുകയാണ്, അവർ ചിലര് പ്രവാചകനാണെന്ന് പറയുന്നു, എന്നാൽ യേശുവിന് മിശിഹായിട്ട് അവർ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ശിഷ്യന്മാർ എന്താണ് പറയുന്നത് എന്ന് യേശു ചോദിച്ചത്. നീ ക്രിസ്തുവാണെന്ന പത്രോസിന്റെ പ്രഖ്യാപനം മർക്കോസിന്റെ സുവിശേഷത്തിലെ വലിയൊരു വഴിത്തിരിവാണ്. പത്രോസിന്റെ പ്രഖ്യാപനത്തോടെ ഇനി യേശുവിന്റെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും ഉത്ഥാനത്തെയും കുറിച്ച് മർക്കോസ് വിവരിക്കാൻ പോവുകയാണ്. എന്നാൽ അവൻ എങ്ങനെയുള്ള മിശിഹായാണെന്നും അവനെ അനുഗമിക്കുക എന്നാൽ എന്താണെന്നും അതിന്റെ അർത്ഥമൊന്നും പത്രോസിന് മനസ്സിലായിട്ടൊന്നുമില്ല. അത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി പത്രോസ് പറഞ്ഞു. അതുകൊണ്ട് ഇനിയുള്ള 3 ഭാഗങ്ങളില് തന്റെ സഹനവും മരണവും തന്റെ മിശിഹാത്വത്തിന്റെ അവിഭാജ്യ ഭാഗമാണെന്ന് യേശു വെളിപ്പെടുത്തിയാണ്. ഒരു ഈശോ മിശിഹായാണ്, അതിൻ്റെ ഉള്ള ഒരു അവിഭാജ്യ ഘടകമാണ് ഈശോയുടെ സഹനവും മരണവും. പത്രോസിന്റെ പ്രഖ്യാപനത്തെ യേശു ശ്ലാഘിക്കുമെന്ന് പ്രതീക്ഷിക്കും, അഭിനന്ദിക്കുമെന്ന് പ്രതീക്ഷിക്കും. എന്നാൽ ഈശോ അതോടെ ചെയ്യുന്നില്ല. വേറൊരു ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്, പത്രോസിനെ ശകാരിക്കുകയാണ്, ഈശോ നിശബ്ദനാക്കുകയാണ് ചെയ്തത്. അപ്പൊ അത് തന്നെ ഇവിടെ ഈശോ പറയുന്നുണ്ട്, തന്നെ കുറിച്ച് ആരോടും പറയരുതെന്നാണ് അവൻ കൽപ്പിച്ചത്. അതായത് നിശബ്ദനായിരിക്കാൻ പറയുകയാണ്. കാരണം യേശുവിന്റെ മിശിഹാത്വത്തെ കുറിച്ചിട്ട് ശിഷ്യന്മാർക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും ഇതിനെക്കുറിച്ച് അധികം പറയണ്ട എന്ന് പത്രോസിനോട് പറഞ്ഞത്. അപ്പോ പിന്നീടുള്ള ഭാഗങ്ങളിൽ ഈശോയുടെ പീഡാനുഭവം, പിന്നെ അന്ധന് കാഴ്ച നൽകുന്ന ഭാഗമാണ്. ഇതിനിടയിലെ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലെ 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ഫരിസേയരുടെ പുളിമാവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ 14-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുകയാണ്, ശിഷ്യന്മാർ അപ്പം എടുക്കാൻ മറന്നുപോയിരുന്നു, വഞ്ചിയിൽ അവരുടെ പക്കൽ ഒരപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവർ മുന്നറിയിപ്പ് നൽകി, നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ, ഫരിസേയരുടെയും ഹെരോദേസിന്റെയും പുളിപ്പിനെ കുറിച്ച് കരുതലോടെ ഇരിക്കുവിനെന്ന്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപ്പം എടുക്കാൻ അവർ മറന്നുപോയി, എന്നാൽ വഞ്ചിയിൽ ഒരു അപ്പം ഉണ്ടായിരുന്നു. ആ അപ്പം ഈശോ തന്നെയാണ്. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതമാവുന്ന വഞ്ചിയില് നമ്മൾ കരുതേണ്ട അപ്പം ഈശോയാണ്, ഈശോയുടെ പ്രബോധനങ്ങളാണ്, ഈശോ എന്ന വ്യക്തിയെ തന്നെയാണ്. അപ്പൊ ഈശോയെ സ്വീകരിക്കുമ്പോഴും ഓട്ടോമാറ്റിക് ആയിട്ട് തെറ്റായ പ്രബോധനങ്ങള് നമ്മൾ മാറ്റണം എന്നും ഈശോ പറയാണ്. അത് ഓട്ടോമാറ്റിക് ആയിട്ട് മാറും ഈശോയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ. അപ്പോ ഈശോ ദൈവപുത്രനാണെന്ന് നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഏറ്റുപറയാനായിട്ടും അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. കാരുണ്യവാനായ ഈശോയെ, തിരുവചനങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുവാൻ ഞങ്ങളെ അനുവദിച്ചതിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങൾക്കുള്ളത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളില് സ്നേഹപൂർവം ഞങ്ങൾ തമ്മിൽ സംസാരിക്കുവാനും അങ്ങനെ ഞങ്ങളുടെ സ്നേഹം പങ്കുവെച്ച് ഈശോയുമായി ജീവിച്ച് ആ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നേകുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലും ഈശോ ദൈവപുത്രനാണെന്ന് ഏറ്റുപറയുവാനും സഹനങ്ങളിലും വേദനകളിലും തളരാതെ നിന്നെ മുഖത്തേക്ക് നോക്കി ജീവിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളോടൊപ്പം ആയിരിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.